നമ്മൾ നൗൺ എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അപ്പൊ കുറേ പേര് കേട്ടിട്ടില്ല. നൗൺ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും സംഭവമല്ലേ, അറിയുന്ന കാര്യമല്ലേ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മളൊരു തുടങ്ങുന്ന ഒരു ലെവൽ ആയതുകൊണ്ട് നിങ്ങൾ അതും കേട്ട് പഠിക്കണം കേട്ടോ. നൗൺ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന ആ പേരുകൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. പലതരം നൗണുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. കളക്റ്റീവ് നൗൺ, കോമൺ നൗൺ, പിന്നെ പ്രോപ്പർ നൗൺ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അതിന്റെ കമന്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നു, ചെയ്തും കണ്ടു. അപ്പൊ നമ്മൾ നൗൺ എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രനൗൺ എന്താണ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്നാണ് പ്രനൗൺ എന്നുള്ളത്. പ്രൊനൗൺ. പ്രനൗൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നൗണിനെ റീപ്ലേസ് ചെയ്തിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അതാണ് പ്രനൗണ്. നിങ്ങളിപ്പോൾ കുറേ ഇംഗ്ലീഷ് കേട്ടും പഠിച്ചും എൻ്റെ തന്നെ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ കേട്ടും പഠിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രനൗൺ ആണ് നമ്മൾ സെന്റൻസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രനൗൺ അത്രയ്ക്കധികം പ്രധാനപ്പെട്ടതാണ്. പ്രനൗണിനകത്ത് കുറേ പ്രനൗൺ ഉണ്ട്. സബ്ജക്റ്റ് പ്രനൗൺ ഉണ്ട്, ഒബ്ജക്റ്റ് പ്രനൗൺ ഉണ്ട്, റിഫ്ലക്സീവ് പ്രനൗൺ ഉണ്ട്, പൊസസീവ് പ്രനൗൺ ഉണ്ട്, ഇങ്ങനെ പലതരം പ്രനൗൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സബ്ജക്റ്റ് പ്രനൗൺ എന്തിനാ, ഒബ്ജക്റ്റ് പ്രനൗൺ എന്തിനാ, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ സെന്റൻസിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രനൗൺ എന്താണ്? നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ രണ്ടാമത്തെ കാര്യമാണ് പ്രനൗൺ. 8 ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒന്ന് നൗൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് പ്രനൗൺ. പ്രനൗണിൽ ഇനി നമ്മൾ പല ടൈപ്സ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് പ്രനൗൺ ആണ്. എന്താണ് സബ്ജക്റ്റ് പ്രനൗൺ? സബ്ജക്റ്റ് പ്രനൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ് വേണം, വേർബ് വേണം, ഒബ്ജക്റ്റ് വേണം. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ വെക്കുന്നവരാണ് സബ്ജക്റ്റ് പ്രനൗൺ. ഏതാണ്? ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ വെക്കുന്നവരാണ് സബ്ജക്റ്റ് പ്രനൗൺ. അതായത് ഞാനിപ്പോ പറയും, നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്, ഐ. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. വി ഞങ്ങൾ, നമ്മൾ. ദേ അവർ. ഹി അവൻ, ഷീ അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനില്ലാത്ത ഇത്, അത്, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ്, ഇത്രയും ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷിലെ സബ്ജക്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സബ്ജക്റ്റ് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഈ 7 മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചോദിക്കും, അപ്പൊ ചിൽഡ്രൻ എന്താ? അപ്പൊ ടീച്ചർ എന്താ? അപ്പൊ ബോയ് എന്താ? ഇതൊക്കെ എന്താണ്? നമ്മൾ ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് എന്ന നമ്മുടെ സബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കുന്നതാണ് ഇതെല്ലാം. ശരിക്കും നമുക്ക് 7 സബ്ജക്റ്റ് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. അതായത് കർത്താവ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? ഈ 7 മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ 2-3 വട്ടം, കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് 2-3 വട്ടം കേട്ട് പഠിക്കുക. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ദേ അവർ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അത്. നമ്മൾ സെന്റൻസുകൾ ഈ പ്രനൗൺ മുഴുവനും പഠിച്ചതിന് ശേഷമാണ് സെന്റൻസുകൾ എന്ന് നോക്കുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റ് പ്രനൗൺ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റ് പ്രനൗൺ, പൊസസീവ് പ്രനൗൺ ഒക്കെ നോക്കും. പക്ഷെ ഈ സബ്ജക്റ്റ് പ്രനൗണിനെയാണ് നമ്മൾ ഇനി ഈ ഓരോരോ പ്രനൗൺ ആക്കി മാറ്റുന്നത്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനി നിങ്ങൾ 2-3 വട്ടം ഈ സബ്ജക്റ്റ് പ്രനൗൺ ഏതാണെന്ന് കേട്ടും കണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് ഇല്ല, ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന്. അപ്പൊ നിങ്ങളിത് നല്ലോണം കേട്ട് അടുത്ത ക്ലാസ്സിലോട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികളൊന്ന് കേട്ട് പഠിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ തീർക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.